രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാവുകയും ഹോട്ടലുകളടക്കം അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകൾ ലഭ്യമാണ്. LPG വിതരണത്തിൽ ഇങ്ങനെ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ പെട്രോൾ ഡീസൽ വിതരണം സാധാരണയായി തന്നെ തുടരുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഡീസൽ സുലഭമായി ലഭിക്കുകയും LPG ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്നത്? ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുകയും ഹോർമൂസ് കടലിടുക്കിലെ ചരക്കു നീക്കം നിർത്തലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ LPG ഉപഭോഗത്തിന്റെ 60% ഇറക്കുമതിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. ഈ ഇറക്കുമതിയുടെ 90% വരുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് LPG ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതും എസൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് പ്രയോഗത്തിൽ കൊണ്ടുവന്നതും. ഇനി പെട്രോൾ ഡീസൽ കാര്യത്തിലേക്ക് വരാം. അതിനാവശ്യമായ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ആകെ ഉപയോഗത്തിന്റെ ഏതാണ്ട് 88% ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത്. അവിടെയും ക്ഷാമം വരേണ്ടതാണ്. എന്നാൽ അതുണ്ടാവാത്തതിന് കാരണം ക്രൂഡ് ഓയിൽ ഇന്ത്യ 40 രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നു എന്നതാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ഇതിൽ മുൻപന്തിയിൽ. 70% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഇന്ത്യയുടെ കാര്യത്തിൽ നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിന് പുറത്തുകൂടിയാണ്. ട്രംപിന്റെ വാക്കുകേട്ട് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെയും പ്രതിസന്ധി ഉണ്ടായേനെ എന്ന് ചുരുക്കം. US, കാനഡ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും LPG ഇറക്കുമതിക്ക് ഇന്ത്യ സമാന്തരമായി ശ്രമം തുടങ്ങി. IOCL, BPCL, HPCL തുടങ്ങിയ കമ്പനികളോട് LPG ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. മാർച്ച് 11 കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണ കുറിപ്പിന്റെ ലിങ്ക് കൂടുതൽ വായനയ്ക്കായി കമന്റ് ബോക്സിൽ ചേർക്കുന്നു.